പ്രിയപ്പെട്ടവരെ, 8 കാരണങ്ങളാലുള്ള നടുവേദന ഞാൻ പറഞ്ഞപ്പോൾ അതിൽ ഒന്ന് കോൺജനിറ്റൽ, അതായത് ജന്മന ഉള്ള നടുവേദന ആണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറഞ്ഞിട്ടുള്ളത്. അത് എന്തുകൊണ്ടെന്നാൽ 20 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് വരുന്ന നടുവേദന പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും അത് റിസ്ക് ഫാക്ടറാണെന്നും പറയുന്നത് തന്നെ ഇത്തരം നടുവേദനകൾ, അതിൻ്റെ കാരണങ്ങൾ ചെറുപ്പത്തിലേ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ടാണ്. പ്രധാനമായിട്ടും സ്കോളിയോസിസ്, സ്പൈന ബൈഫിഡ, അതേപോലെ തന്നെ ലിസ്തസിസ് പോലെയുള്ള കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരം നടുവേദന വരുന്നത് എന്നതും, അതിൽ തന്നെ ഈ സ്കോളിയോസിസ്, ജന്മനാ വരുന്ന സ്കോളിയോസിസിൽ പെൺകുട്ടികൾക്കാണ് ആൺകുട്ടികളെക്കാൾ കൂടുതൽ വരുന്നത് എന്നതും അത് ശ്രദ്ധിക്കപ്പെടാതെ പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരം പെൺകുട്ടികൾ അനുഭവിക്കുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതും. അതുകൊണ്ട് തന്നെ ജനിച്ച 1 മാസം മുതൽ 1 കൊല്ലം വരെ ഓരോ മാസത്തിലും കുട്ടിയുടെ ശരീരത്തിൻ്റെ ഘടനയും അതിൻ്റെ എന്തെങ്കിലും വളവുണ്ടോ മറ്റും നോക്കണം. പിന്നെ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊരു 39 ഡിഗ്രി ആംഗിളിലേക്ക് വരുന്നതിന് മുമ്പാണെങ്കിൽ ഈ സർജറി കൊണ്ട് ചികിത്സിക്കാവുന്നതും, അതില്ലെങ്കിൽ നിർബന്ധമായിട്ടും സർജറി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയുമാണ് നാം കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ നമ്മൾ അതിനെപ്പറ്റി കണ്ടുപിടിക്കുകയും അതിന് MRI അടക്കമുള്ള, അല്ലെങ്കിൽ എക്സ്റേ അടക്കമുള്ള, അല്ലെങ്കിൽ തൊറാക്കോലൊമ്പാർ എക്സ്റേ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്ത് നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ സർജറി ഒഴിവാക്കാമെന്ന് മാത്രമല്ല, സാധാരണ ചികിത്സ കൊണ്ട് പരിപൂർണ്ണ സുഖം കിട്ടുന്നതുമാണ്. അതുപോലെയുള്ള കാര്യങ്ങൾ നമ്മളെല്ലാവരും, രക്ഷിതാക്കളും പിന്നെ അവരെ പഠിപ്പിക്കുന്ന അധ്യാപകരും ഒക്കെ നേരത്തെ കാലത്ത് ശ്രദ്ധിച്ച് അത് ശ്രദ്ധയിൽപ്പെടുത്തണമെന്നും അത്തരം പ്രശ്നങ്ങൾ കാണുകയാണെങ്കിൽ ഉടനെ തന്നെ പരിഹാരം കാണണമെന്നും എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണെന്ന് അറിയിക്കുന്നു.